അപ്പോൾ ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ അൻവീർ. മൈൻക്രാഫ്റ്റ് സീരീസിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഇന്നുണ്ട് ഞാൻ കുറച്ച് വുഡൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് സ്റ്റോറേജ് ഏരിയ, ഡയമണ്ട് ആർമർ, അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഗൈസ്, ഇതാരെന്ന് മനസ്സിലായ കണ്ട ഇവനെ ഇപ്പോൾ ഒരു 6 അതിൻ്റെ ഉണ്ടെങ്കിൽ സ്കെലിട്ടൺ. അവന്മാരെ എന്നെ ഒരു 10 തവണ കൊന്നു കാണും. അത്രയും പേരെ ഞാൻ കൊന്ന് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് പറയുമ്പം നമ്മളൊരു സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്യാൻ പോണ്. അപ്പം ഞാൻ അതിനാവശ്യമുള്ള ചെസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ വരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു 20 ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ തികയും തോന്നുന്നു. ഇവിടെ നിന്ന് നമുക്ക് 3 വെച്ച് പോകാം. അപ്പോൾ ഞാൻ ഫുള്ള് വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ സ്റ്റോറേജ് ഏരിയ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡയമണ്ട് ആർമർ. അത് തന്നെ ഫുള്ള് ഡയമണ്ട് ആർമർ. ഈ എപ്പിസോഡിൽ തന്നെ ഫുൾ ഡയമണ്ട് ആർമർ സെറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇപ്പം തന്നെ 16 ഡയമണ്ട്, അതിൽ നിന്നൊരു 3 ഡയമണ്ട് ഇങ്ങനെ എടുത്ത് സ്റ്റിക്കുണ്ടോ? ആ ഉണ്ട്. അപ്പം നമ്മൾ ഈ വേൾഡിലെ ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്ത് അപ്പം നമ്മൾ ഈ വേൾഡിലെ ആദ്യത്തെ ഡയമണ്ട് പിക്കാക്സ് കുറച്ച് അയണും കൂടെ എടുത്ത് കുറച്ച് അയൺ പിക്കാക്സും കൂടെ എടുത്ത് നമ്മൾ മൈനിങ്ങിന് പോകണം. ഒരു സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ഒരു സോഡ് എൻ്റെ അവിടെ വെച്ചാൽ ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ താഴത്തെ മൈനിങ് ഏരിയയിലോട്ട് പോയിട്ട് ഡയമണ്ട് ആർമർ ഉണ്ടാക്കാനുള്ള ആ ഡയമണ്ട് മൈൻ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ താഴെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഫുള്ള് ഇന്നലെ ക്ലിയർ ചെയ്തതാണ്. ഇതൊരു ബ്ലോക്ക് പോലായി. ഇവിടുന്ന് ചുറ്റുമുള്ള ഞാൻ ക്ലിയർ ചെയ്ത് ഇവിടെ നേരെ ഇനി കുഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാവയാണ്. ഈ ഒരു ബ്ലോക്കിൻ്റെ അപ്പുറത്ത് ലാവ. ഇവിടെ നിന്ന് ഞാൻ സൈഡിലോട്ട് ഒഴിച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇടയ്ക്കൊന്ന് ഇവിടുന്ന് വലിയൊരു വഴിയാക്കി. ഇതണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അപ്പം നോക്കി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ മൈൻ ചെയ്ത് നോക്കാം. ഇവിടെ വേണ്ട, ഇതുണ്ട്. ഇവിടെ എല്ലാം ഞാൻ ഓരോരുത്തർ മൈൻ ചെയ്തതാണ്. അപ്പോൾ ഗൈസ്, ഒരു മൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യുമ്പം അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് മൈൻ ചെയ്യാം. ഇവിടെ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ എല്ലാം ഞാൻ കുഴിച്ചാണ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെ എവിടെയെല്ലാം ഒരു മൈനിങ് സെറ്റ് ചെയ്യാം. 1 2 മൂന്നാമത്തെ ബ്ലോക്ക് 2 ബ്ലോക്ക് ഇട്ട് കുഴിച്ചു പോകാം. ഗൈസ്, ഞാൻ ഡയമണ്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യത്തെ ഡയമണ്ട് കണ്ടുപിടിച്ച് എൻ്റെ 2 അയൺ പിക്കാക്സും പൊട്ടി ഡയമണ്ട് പിക്കാക്സ് വെച്ച് മൈൻ ചെയ്തപ്പോഴാണ് കിട്ടിയത്. അയ്യോ, എത്ര നേരം ഇരുന്നിട്ടാണ് ഈ 2 ഡയമണ്ട് കിട്ടിയത്. 2 ഉള്ളൂ. അല്ലല്ല 3 ഇനിയുണ്ടോ? അത് 4. അയ്യോ, ഇത് കൂടെ കിട്ടിയില്ലായിരുന്നു ഞാൻ ഗെയിം ഓർത്തു പോയതിന്. ഡയമണ്ട് പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടൊന്നും കിട്ടിയില്ല എനിക്ക്. അയ്യോ ഗൈസ്, നൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇനിയും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ കിട്ടിയ ഡയമണ്ട് കൊണ്ട് തിരിച്ച് കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു കേവ് ഉണ്ട്, അതിനകത്ത് കയറാം. വേറെ ഒന്നും കിട്ടിയില്ല, 4 ഡയമണ്ട് കിട്ടിയുള്ളൂ. അപ്പോൾ ഗൈസ്, ഇവിടെ കുറച്ച് ഓപ്ഷൻ എടുത്ത് നമുക്ക് ആ നെതർ പോർട്ടലിൻ്റെ കാര്യം സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, പുതിയ ആൾക്കാർ വല്ലതാണെങ്കിൽ ഈ ഒബ്സിഡിയൻ മൈൻ ചെയ്യില്ല, ലാവാപ്പൊളി മൈൻ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു വാട്ടർ വല്ലതും ഒഴിച്ചിട്ട് മൈൻ ചെയ്യുക. കാരണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് പൊട്ടും നോക്കണേ. പൊട്ട് കണ്ട താഴെ ലാവപ്പോൾ കണ്ട. അതുകൊണ്ട് ഈ ഒബ്സിഡിയൻ കണ്ട് നേരെ അതിൻ്റെ മണ്ടയ്ക്ക് പോയി മൈൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ യു ഗോ ഡൈ. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ആ സൈഡിലെല്ലാം ഒഴിച്ചിട്ട് നിങ്ങൾ ഒബ്സിഡിയൻ മൈൻ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ നമുക്ക് ആവശ്യമുള്ള ആ ഒബ്സിഡിയൻ ഒന്ന് മൈൻ ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് ആവശ്യമുള്ള ഒബ്സിഡിയൻ ഫുൾ മൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അപ്പുറത്തോട്ട് ചെറിയ കേവ് ഉണ്ട്. ഞാൻ 2 ബ്ലോക്ക് എടുത്ത് കളഞ്ഞപ്പോൾ കിട്ടി. ഗൈസ്, ഇവിടുത്തെ വെറുതെ ലാവയ്ക്കകത്ത് പിടിച്ചെത്ത് പെട്ടണ്ട. ഞാൻ ഒരു സോംബിനെ കണ്ടായിരുന്നു. വല്ല സ്പോണർ വല്ലതും കിട്ടുമോ നോക്കാം. ക്രീപ്പർ ചാക്കട. അയ്യോ, ഗ്രാവൽ. സോറി, അയൻ്റെ പൈസ കിടപ്പുണ്ടായിരുന്നു ഫുള്ള്. അയ്യോ, അത് പോയെന്ന് തോന്നുന്നു. ഗൈസ്, നമുക്ക് ഈ കേവ് അകത്തോട്ട് പോയി നോക്കാം. ഒരു സ്പോണർ ഉണ്ട്, വല്ലതും കാണില്ല. ഇത്രയും ഈ ഒരു ഡിസ്പ്ലേ ലെവലാണെന്ന് തോന്നുന്നു. സ്പോണറൊന്നും കാണാൻ സാധ്യതയില്ല. ഇത് ലാവയാണ്. പൈസ ലാവ മുട്ടാൻ നമുക്ക് സൈഡിൽ കൊടുക്കാം. ഇത് ഫുള്ളിരിട്ട്. അയ്യോ, എൻ്റെ ബാക്കിലോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് മേലോട്ട് കയറി നോക്കാം. ഗൈസ്, ഡയമണ്ട് ഏതാ ഗൈസ്? വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടു അതിന്. എത്ര ഡയമണ്ട് ഉണ്ട്? 2 3 ഉള്ള 3 ഉള്ള. അയ്യോ, 3 ഉള്ള ഗൈസ്. ഇതെന്ത് ചതി. കുഴപ്പമില്ല, ഇത് മൈൻ ചെയ്തിട്ട് എനിക്ക് 4 ഡയമണ്ട് കിട്ടുള്ളൂ. എൻ്റെ 2 അയൺ പിക്കാക്സ് കൂട്ടി എന്നിട്ട് എനിക്ക് 4 ഡയമണ്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം.
എൻ്റെയായി ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ബ്ലോക്ക് ചെയ്ത് ഡയമണ്ട് വല്ലതും ഉണ്ടോ അതിൻ്റെ അടി? ഇല്ല. ഇപ്പോൾ പോയേക്കാം. ഫുള്ളിരിട്ട്. തിരിച്ചങ്ങോട്ട് പോയേക്കാം. ഇവിടുന്ന് അങ്ങോട്ട് കയറിയാലോ? അങ്ങോട്ട് കയറി നോക്കാം. ബേബി സോണി കാണരുത്. സോറി അടി. അത്ര ഉള്ളു ആ സ്കെൽട്ടൺ. അയ്യോ ചാലി എന്നെ കൊല്ലല്ലേ. വെള്ളം വെച്ച് കഴിഞ്ഞാൽ പോവും. തിരിച്ചേറ്. പോയില്ല. ഈ സോഡ് വെച്ചിട്ട് അടി കൊടുക്കാം. അയ്യോ ഡൈ. അപ്പോൾ കഴിച്ച് ഞാൻ തിരിച്ച് താഴോട്ട് പോട്ടെ. അപ്പോൾ കഴിച്ച് ഞാൻ തിരിച്ചു വന്നതിൻ്റെ സാധനങ്ങൾ സേഫാക്കി. ഇതുണ്ട് പിന്നെ 2 വില്ലേജ് സോംബീസ്, 2 അല്ല 3. എന്നെ റീച്ച് ആകില്ലേ? ആകില്ലെന്ന് തോന്നുന്നു. സിമ്മാരൊന്ന് കൊല്ലട്ടെ. എന്നിട്ട് നമുക്ക് കേവ് കുറച്ചുകൂടെ പോയി നോക്കാം. തിരിച്ച് വീട്ടിലോട്ട് പോകണം. 4-5 ഡയമണ്ട് ഏതാണ്ടുണ്ട്. കളയണ്ട വെറുതെ. തീർന്നു. ഈ തിരിച്ചിങ്ങോട്ട് കയറി നോക്കാം. അവൻ്റെ കൂടെ നോക്കാം. എന്തായാലും ഇവിടെ വരെ വന്നു. അകത്തോട്ട് കൊണ്ടുവന്നു. ഇവിടെ ഒന്നുമില്ല. എന്ത് ലാഭപ്പുള്ളതാണ്. അയ്യോ ഒരാ അയണുണ്ട്. അതെല്ലാം കിട്ടി. ഡയമണ്ട് ഏതാ? ഒന്നേ ഉള്ള. അയ്യേ എത്തിക്കൊണ്ടിരിക്കുന്നില്ല. വേറെ ഡയമണ്ട്. യെസ്, അതെന്തായാലും നല്ലൊരു കാര്യമായി. ഡയമണ്ട്. അത് വേറെ ഒന്നുമില്ല. അയ്യോ എന്താ ഫുള്ള് ടഫ് ബ്ലോക്കാ. ടഫ് ബ്ലോക്കിൻ്റെ ഇടയ്ക്കൊക്കെ ഡയമണ്ട് റിസ്പോൺ ആവുമോ? എനിക്കറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ തിരിച്ച് ബേസിലോട്ട് പോട്ടെ. അപ്പോൾ ഗൈസ് കിട്ടിയ ഡയമണ്ട് കൊണ്ട് ഞാൻ തിരിച്ച് ബേസിൽ വന്നിട്ടുണ്ട്. എവിടെ? അപ്പോൾ ഗൈസ് 9 ഡയമണ്ട് കിട്ടി. അത് ഫുള്ളി ഇതിനകത്ത് വെച്ച് 22 ഡയമണ്ടായി. കിട്ടിയിലോട്ടൊക്കെ ഇതിനകത്ത് വെച്ചേക്കാം. റെഡ് സ്റ്റോണ് അയൺ ഇരിക്കട്ടെ. അയണൊക്കെ സ്മെൽറ്റ് ചെയ്യണം. അപ്പോൾ ഈ അയൺ 20 സ്മെൽറ്റ് ആയിട്ട് 10 അയൺ സ്മെൽറ്റ് ചെയ്യാൻ ഇരിപ്പുണ്ടോ? 10 ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതിൽ നിന്ന് നമ്മൾ 2 ഡയമണ്ട് എടുക്കണം. ഇപ്പോൾ നമ്മൾ അടുത്ത ഒരു പരിപാടി ഇന്ന് തന്നെ അങ്ങ് തീർക്കാൻ പോകണം. എന്തായാലും ഈ എപ്പിസോഡിൽ തന്നെ ഞാൻ ഡയമണ്ട് ആർമർ ആക്കും. അത് വേറെ കാര്യം. ഇവിടെ വന്നിട്ട് എൻചാൻറ്റിങ് ടേബിൾ അങ്ങോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഇത് വെറ്റിക്കാൻ നല്ല ഒരു പ്ലേസ് നമ്മൾ കണ്ടിരിക്കുക. ഐ തിങ്ക് ഇവിടെ വെച്ചേക്കാം. ഏതാ ഗൈസ്? നമുക്ക് എന്തെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റൂ. എഫിഷ്യൻസി 1. അയ്യേ ബുക്ക് വെക്കാതെ തന്നെ മറ്റേ എഫിഷ്യൻസി 2 ഒക്കെ കിട്ടുന്നതാണല്ലോ. പക്ഷേ ബുക്ക് ഷെൽഫ് ഒന്നും വെക്കാതെ തന്നെ ഇത് എഫിഷ്യൻസി 2 ഷാർപ്നെസ് 2 എങ്ങാണ്ട് കിട്ടുന്നതാണ്. ലാപ്പിസ് ഉണ്ടോ? ഓക്കെ, മട്ട എടുത്തേക്കാം. അതും എടുത്ത് അവിടെ വെച്ചേക്കാം. മെൽറ്റ് ചെയ്യാൻ. ഓക്കെ, അത് സെറ്റ്. ഇനി എന്തിനാണ് ഞാൻ വന്നേ? ലാപ്പിസ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഗൈസ് ഫുഡില്ല. ഫുഡ് നമുക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നോക്ക് ബാക്കാ. നോക്ക് ബാക്ക് വേണ്ട, ഷാർപ്നെസ്. അപ്പോൾ ഗൈസ് ഞാൻ എഫിഷ്യൻസി കിട്ടിയാ? എത്ര ആണ് എഫിഷ്യൻസി? 2 ഉണ്ട്. ഏതാ? ഞാൻ ലെക്റ്റാണ് ഓർമ്മ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ഒരു ലെക്റ്റാണ് കൊണ്ട് വെച്ച് ഈ വില്ലേജർ മണ്ടന്മാരുടെ കുറച്ച് വെച്ച് ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കി അവിടെ കൊണ്ട് വെച്ച് ലൈബ്രറി നോക്കി ഞാൻ. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് പിന്നെ വെച്ച് നോക്കാം. പൊട്ടി എൻ്റെ ആക്സ് പോയി. ഡയമണ്ടൊന്നും ഇട്ട് ഫ്ലാക്സ് ഒക്കെ ആകട. വിൻഡുള്ളേ മെൻറ്റിക്ക് 16 ഡയമണ്ടിന് വെച്ചാൽ ഡയമണ്ട് പോട്ട് എമറാൾഡിന് മെൻറ്റിങ്. ഇവിടെ എൻ്റെ എമറാൾഡ്. നമുക്ക് മറ്റേ ഇതുണ്ടാക്കാം. മറ്റേ സാധനമുണ്ടല്ലോ, ഫ്ലെച്ചിങ് ടേബിൾ. അത് തന്നെ. അതിനെന്തൊക്കെ വേണ്ടേ? ഈ ഫ്ലിൻറ്റ് വേണം. എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഫ്ലിൻറ്റ് ഉണ്ടോ ഇവിടെ? ഫ്ലിൻറ്റ് ഇല്ല. ഗ്രാവലിരിപ്പുണ്ടോ? എവിടെ ഇവിടെ ഉണ്ടോ? 47 ഗ്രാവൽ. അത് മതിയോ? എന്നാലും ഓക്കെ. ഒരു ഫ്ലിൻറ്റ് ഒരെണ്ണം കൂടെ കിട്ടി. ഈ ഫുൾ അങ്ങനത്തെ എവിടെ? ഫ്ലെച്ചിങ് ടേബിൾ. ഇതുകൊണ്ട് മറ്റേ വില്ലേജിന് കൊടുത്തിട്ട് അവൻ്റെ നമുക്ക് സ്റ്റിക്ക് ട്രേഡ് ചെയ്യാം. ഈ മെൻറ്റിങ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. ബാക്കി നമുക്ക് എൻജോയ് ടേബിളിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് പറയും. പോലെ ഇവിടെ അവിടെ പണി കറ പോയി പണി കറ. അയ്യോ
ശിവന്മാരെ കൊണ്ട് ശല്യം. ശിവന്മാരാണ്. ഓടാ പണിയറാ, പണിയറാ, ബെഡ് ചുരുക്കണ പണിയറാ. ഞാൻ ഒന്ന് ഉറങ്ങിയാണ് കേട്ട്. എന്തേരി ഉമ്മനെ കൊണ്ട് അവൻ ട്രേഡ് മാറ്റുമെന്ന് ഇതിനോട് ആര് ലിങ്കായ ഇവ ലൈബ്രറിനായ ചാനലിങ്. ഗൈസ് ഈ വില്ലേജർ മണ്ടന്മാർ എന്തായാലും ചെയ്യാൻ ഗൈസ്. അയ്യോ മെൻറ്റിങ് എന്താ നല്ലൊരു ബുക്കായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. അയ്യോ ഇനി മുടിഞ്ഞ് ഓടാ നീ. അപ്പോൾ ഗൈസ് ഞാൻ ആ മണ്ടനെ പിടിച്ച് ഇതിനകത്ത് തിരിച്ച് കയറ്റി ഇട്ടിട്ടുണ്ട്. അവനങ്ങ് ഓടി നടക്കുമായിരുന്നു. അവൻ എത്ര നേരം കൊണ്ട് നടക്കുമെന്ന് അറിയാം. മണ്ടൻ കാരണം ആ മെൻറ്റിങ് ബുക്ക് പോയി. അപ്പോൾ ഗൈസ് ആ മെൻറ്റിങ് ബുക്ക് മണ്ടൻ കാരണം പോയി. എന്ത് ചെയ്യാനാണ് ഗൈസ്, ഈ മണ്ടന്മാരെ കൊണ്ട് എപ്പോഴും അല്ലേ ഞങ്ങൾ. അപ്പോൾ ഗൈസ് നമുക്ക് ഇവന്മാരെ വെച്ച് ആ ബ്രീഡിങ് ഫാം ഉണ്ടാക്കാം. അപ്പോൾ അതാണ് എനിക്കും ബെസ്റ്റ് ഐഡിയ. ഫെദർ ഫോളിങ്ങാ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല ഇപ്പോൾ. അത് നമുക്ക് മറ്റേ എൻജാനിങ് ടേബിൾ വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ താഴോട്ട് കുറച്ച് നേരം കൂടെ മൈനിങ്ങിന് പോയിട്ട് ഡയമണ്ട് ആർമറിനുള്ള ഡയമണ്ട് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് കുറച്ച് നേരം മൈൻ ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഒരെണ്ണം കിട്ടി. ഏതാ നൈസ്. അപ്പോൾ ഗൈസ് പിന്നെ ഡയമണ്ട് കിട്ടി. ഒന്നുള്ള രണ്ടെണ്ണം വേറെ ഉണ്ടോ? ഇല്ല വേറെ ഉണ്ടോ? ഇല്ല. അയ്യോ ഒന്ന് രണ്ട് മൂന്ന് കേസ് 3 ഡയമണ്ട്. ഏത് അപ്പോൾ കേസ് ഞാൻ തിരിച്ച് ബേസിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ 5 + 25 ഡയമണ്ട് ആയിട്ടുണ്ട്. ഏതാ കേസ് ഇന്ന് ഫുള്ള് ഡയമണ്ട് ആറ് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യും. ഡയമണ്ട് പിക്ക് എക്സ്പോർട്ടാറായി, അതുകൊണ്ട് ഞാൻ തിരിച്ചേറി വന്നു. പിക്ക് സാധനത്തിന് ആർമറോട്ട് കളഞ്ഞ് ചെയിൻ ആർമറും വേണ്ടെങ്കിൽ എവിടെ എൻ്റെ ഡയമണ്ട് 25 ഡയമണ്ട് വാ ഇപ്പം സെറ്റ് ചെയ്യും. ഫുള്ള് ഡയമണ്ട് ആർമർ. അതിന് ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ഹെൽമെറ്റ്, ഒരു ബൂട്ട്, ഒരു പാൻസ്. ഏതാ ഡയമണ്ട് ഫുള്ള് തീർന്നിട്ടുണ്ട്. ഒരു ഡയമണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഫുള്ള് ഡയമണ്ട് ആർമർ. ഏതാ ഞാൻ പറഞ്ഞതിൽ ഡയമണ്ട് ആർമർ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യും. അതൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ.